നമസ്കാരം. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിങ്ങനെ യാത്രയിലേ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം എപ്പോഴും ഇവിടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടാ. അപ്പോൾ ഇത് നമ്മളെ കണ്ണൂർ ശ്രീകണ്ഠപുരം പോകുന്ന വഴിയാണ്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഞാൻ ഡെയിലി ഈ വഴിയെ പോലെ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒന്ന് ഇവിടുത്തെ കാഴ്ചകളൊന്നും നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാൻ വെച്ചിട്ട് ചെയ്ത വീഡിയോ കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ കുറേ യൂട്യൂബർമാർ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, ഏട്ടാ നമ്മളെ ചാനൽ തീരെ വാച്ച് ടൈം കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങളെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. നല്ല തണുപ്പ് പിടിച്ച സ്ഥലം കേട്ടോ. ഇവിടെ എത്ര ഉച്ചയായാലും ഇവിടെ നല്ല തണുപ്പാണ്. എൻ്റെ സ്ഥലം അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു ചേച്ചി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ ശരിക്കൂട്ട എൻ്റെ ചാനലിൽ തീരെ വ്യൂസ് ഇല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് ഷൂടി ഓൺ ആക്കുന്നുണ്ട്, അതുകൊണ്ടാണോ എനിക്ക് വാച്ച് ടൈം കുറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരിക്കലല്ല. അപ്പോൾ കുറേയൊക്കെ ഇത് കമ്മീഷൻ ഉണ്ടാവും. നമ്മൾ വെയിറ്റ് ഷൂട്ട് ഇടയ്ക്കിടയ്ക്ക് ഓണാക്കുന്നത് കൊണ്ടാണോ തീരെ വാച്ച് ടൈം കയറാത്തത്? അത് തെറ്റായ ധാരണയാണ്. നമുക്ക് യൂട്യൂബ് വെയിറ്റ് ഷൂട്ട് തരുന്നത് തന്നെ നമ്മളെ ചാനലിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരാനുണ്ട്, അതിൽ എന്തെല്ലാം നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ഷൂട്ട് തരുന്നത്. വെയിറ്റ് സ്റ്റുഡിയോ നമ്മളെ ഒരു വീഡിയോ ഇട്ട് ഒരു മണിക്കൂർ കൊണ്ട് എത്ര വാച്ച് ടൈം കയറി, എത്ര ലൈക്ക് വന്നു, എന്നെല്ലാം കമൻറ്റ് വന്നു നോക്കാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ഷൂട്ട് തരുന്നത്. അപ്പോൾ എത്ര സെക്കൻഡ് വെച്ച് വെയിറ്റ് ഷൂട്ട് ഓണാക്കിയാലും നമ്മളെ വാച്ച് ടൈം കുറയുന്നില്ല ഒരിക്കലും. അത് ഓരോരോ ചിന്തഗതിയാണ്. അപ്പോൾ അല്ല, ഈ അറിയാത്ത ആളോട് ഞാൻ പറയാണ്, അതുകൊണ്ടൊന്നല്ല നമ്മളെ വാച്ച് ടൈം കുറയുന്നത്. കുറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ഇട്ടു, അത് നിങ്ങൾ വെയിറ്റ് സ്റ്റുഡിയോ പോയി കാണാൻ പറ്റും. ഒരു മണിക്കൂർ കൊണ്ട് എത്ര ആളെ കണ്ടിട്ടുണ്ടാവും. ആ കണ്ട ഇതായിരിക്കും നമുക്ക് പിന്നെയും യൂട്യൂബ് ഓരോരാൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോ ഇട്ട് അത് നമ്മളെ ഫാമിലി മെമ്പർമാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതേ കണ്ടൻറ്റ് വെച്ചിട്ട് വീഡിയോ വേറെ ചെയ്യണം. അല്ലാതെ ഇന്ന് ട്രാവൽ വീഡിയോ ചെയ്ത് നാളെ കുക്കിംഗ് വീഡിയോ ചെയ്താൽ അത് നമുക്ക് ചാനലിന് തന്നെ മോശമാണ്. അപ്പോൾ എൻ്റെ തീരെ വ്യൂസ് ഇല്ല. നേരെ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റും, ചില വീഡിയോക്ക് തീരെ വ്യൂസ് ഇല്ല. അപ്പോൾ എൻ്റെ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ ട്രാവൽ ബ്ലോഗാണ്. അപ്പോൾ ട്രാവൽ ബ്ലോഗ് പലതും ഞാൻ ചെയ്തപ്പോൾ എൻ്റെ ചാനലിൽ തീരെ വ്യൂസ് ഇല്ല. ഞാൻ പലത് കണ്ടൻറ്റ് ഇട്ട് നോക്കി, തീരെ വ്യൂസ് ഇല്ല. അങ്ങനെയാണ് ദേശീയപാത 66-ൻ്റെ വീഡിയോ ഞാൻ ഓരോരോ ഭാഗത്ത് പോയിട്ട് ഇട്ടപ്പോൾ അത് കാണാൻ ഇഷ്ടംപോലെ നമ്മളെ ഫാമിലി മെമ്പർമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല റീച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ കണ്ടൻറ്റ് നമ്മൾ ഡെയിലി ഇട്ടാൽ എൻ്റെ അഭിപ്രായത്തിൽ പറയാണ്. ഇനി ഞാൻ പറഞ്ഞതിന് അടിയിൽ വന്ന് കമൻറ്റ് ഒമ്പില്ല യൂട്യൂബറാണ് അങ്ങനെ പറഞ്ഞില്ല. എൻ്റെ അറിവിൻ്റെ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ വെയിറ്റ് സ്റ്റുഡിയോ ഓണാക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ദേശീയപാതേൻ്റെ വീടൊന്നും ഇല്ല. അപ്പോൾ വേറെ വഴിക്ക് ഞാൻ പോകുമ്പോൾ ഇവിടുത്തെ കാഴ്ചകളും അപ്പോൾ ഇങ്ങനെ ഒരു സംശയം വന്നുകൊണ്ട് അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തോന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി ഇവിടുത്തെ ഭാഗങ്ങളിലും കാണിച്ചു തരാം.